കേന്ദ്ര സർക്കാരിന്റെ കർഷക വിരുദ്ധ തൊഴിലാളിദ്രോഹ നയങ്ങൾക്കെതിരെ ട്രേഡ് യൂണിയനുകളുടെ ദേശീയ പണിമുടക്ക് പുരോഗമിക്കുകയാണ്. ലേബർ കോഡുകൾ പിൻവലിക്കുക, തൊഴിൽ സമയം, വേതനം തുടങ്ങിയ തൊഴിലാളികളുടെ അവകാശങ്ങൾ നിഷേധിക്കുന്ന നരേന്ദ്രമോദി സർക്കാരിനെതിരെയാണ് സംയുക്ത തൊഴിലാളി സംഘടനകളുടെ പ്രതിഷേധം. കേന്ദ്ര ട്രേഡ് യൂണിയനുകളും ജീവനക്കാരുടെ ഫെഡറേഷനുകളും സംയുക്തമായാണ് അഖിലേന്ത്യാ പണിമുടക്ക് പ്രഖ്യാപിച്ചത്. ദില്ലി ജന്തർ മന്ദറിലേക്ക് മാധ്യമപ്രവർത്തകരുടെ സംയുക്ത യൂണിയന്റെ നേതൃത്വത്തിൽ മാർച്ചും നടത്തുകയുണ്ടായി. സിബിയുണ്ട് ദില്ലിയിൽ നിന്നും വിശദാംശങ്ങളുമായി. സിബി, രാജ്യം ഒന്നാകെ തൊഴിലാളികളുടെ ശക്തിയിൽ സ്തംഭിച്ചു നിൽക്കുന്നൊരു കാഴ്ചയാണ് ഇന്ന് നമുക്ക് കാണുവാൻ സാധിച്ചിരിക്കുന്നത്. എല്ലായിടത്തും പണിമുടക്ക് വളരെ സജീവമായി മുന്നോട്ട് പോവുകയാണ്. പൂർണ്ണമായും ഒരു സ്തംഭനാവസ്ഥയിലാണ് രാജ്യം. എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ? സിന്ധൂരി, തീർച്ചയായും രാജ്യം ഒന്നാകെ കൈകോർക്കുന്ന ഒരു സമരമുഖത്തിനാണ് ഇന്നിപ്പോൾ രാജ്യതലസ്ഥാനവും മറ്റുള്ള സംസ്ഥാനങ്ങളിലാകമാനം തൊഴിലാളികളുടെയും കർഷകരുടെയും ഒരു വലിയ പ്രതിഷേധം ഇന്ന് കാണാൻ കഴിഞ്ഞത്. പ്രത്യേകിച്ച് ദില്ലിയിലെ ജന്തർ മന്ദറിൽ അല്പസമയം മുമ്പാണ് 10ഓളം ഫെഡറേഷൻ, അതായത് ട്രേഡ് യൂണിയന്റെയും ഫെഡറേഷന്റെയും നേതൃത്വത്തിൽ സമരം നടന്നത്. അതിൽ പ്രധാനപ്പെട്ട എല്ലാ ട്രേഡ് യൂണിയന്റെയും ഭാരവാഹികളടക്കം പങ്കെടുത്തു. ബൃന്ദ കരാട്ട്, ബിജു കൃഷ്ണൻ, അതോടൊപ്പം തന്നെ എ റഹീം എം പി അടക്കമുള്ള, തപൻസൻ അടക്കമുള്ള എല്ലാ നേതാക്കന്മാരും ഇതിൽ പങ്കാളികളാകുകയും ചെയ്തു. അതുകൂടാതെ KUWG മാധ്യമപ്രവർത്തക കൂട്ടായ്മയായ KUWG അടക്കമുള്ള എല്ലാ മാധ്യമ കൂട്ടായ്മകളുടെയും യൂണിയനുകളും ഇതിന്റെ ഭാഗമാകുകയും ചെയ്തു. ഗാസിയാബാദ്, ഫരീദാബാദ് അടക്കമുള്ള എല്ലാ വ്യവസായ മേഖലയും പൂർണ്ണമായും സ്തംഭിപ്പിച്ചുകൊണ്ട് തൊഴിലാളികൾ തെരുവിലേക്ക് ഇറങ്ങുകയും നരേന്ദ്രമോദി സർക്കാരിന്റെ കർഷക വിരുദ്ധ ഈ നയങ്ങൾക്കെതിരായ വലിയ പ്രതിഷേധ റാലികൾ മാറുകയും ചെയ്തു. ബീഹാറിൽ CPM ജനറൽ സെക്രട്ടറി MA ബേബിയുടെ നേതൃത്വത്തിലായിരുന്നു അവിടെ മാർച്ച് നടന്നത്. അങ്ങനെ രാജ്യമാകമാനം വ്യവസായശാലകളും അതോടൊപ്പം തന്നെ പ്രതിരോധം, റെയിൽ, റോഡ് അടക്കമുള്ള ഖനി അടക്കമുള്ള എല്ലാ മേഖലയും ഒരുപോലെ സ്തംഭിപ്പിച്ചുകൊണ്ടുള്ള ഒരു ബൃഹത്തായ ഒരു ദേശീയ പണിമുടക്കാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാ ഈ പണിമുടക്കിനോടും യുവജന സംഘടനയും വിദ്യാർത്ഥി സംഘടനയും സാമൂഹ്യ സംഘടന എല്ലാം തന്നെയും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഈ സമരവുമായി അതിന്റെ ഭാഗമായി എന്നുള്ളതും ഏറെ ശ്രദ്ധേയമായ കാര്യമാണ്. അക്ഷരാർത്ഥത്തിൽ നരേന്ദ്രമോദി സർക്കാരിന്റെ കർഷക തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെയുള്ള ഒരു വലിയ പ്രതിഷേധം ആർത്തിരമ്പുന്നതായിരുന്നു രാജ്യ തലസ്ഥാനത്ത് കാണാൻ കഴിഞ്ഞത്. സിന്ധൂരി.